നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു. പോസ്റ്റ് അതായത് തൊലിക്കട്ടി അപാരം തന്നെ നടിക്കുറിപ്പോടെ കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ വിമർശനം ഉന്നയിച്ചത്. ഇതേ തുടർന്ന് അജയ് തറയിലിനെതിരെ സൈബർ ആക്രമണം ശക്തമായിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അജയ് തറയിലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം, അതായത് സൈബർ ആക്രമണമൊക്കെ ശക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പരാമർശങ്ങൾ നടത്തിയ വനിതാ നേതാക്കൾക്ക് എതിരെ വരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അജയ് തറയിൽ, അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു ഭിന്നസ്വരം ഉയരുന്നു. പ്രത്യേകിച്ച് ഏകകണ്ഠേന, അതായത് ഒരേ മനസ്സോടെയാണ് അല്ലെങ്കിൽ ഐക്യത്തോടെയാണ് ഒരു തീരുമാനമെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമെന്നത്. അത് പുകഞ്ഞകൊള്ളി പുറത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കളഞ്ഞ കേസാണ്. അതായത് രാഹുലിനെ ഞങ്ങൾ കളഞ്ഞു, പാർട്ടിയിൽ നിന്ന് കളഞ്ഞതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പുകഞ്ഞകൊള്ളി പുറത്താണ്, അല്ലെങ്കിൽ രാഹുൽ വിഷയം കഴിഞ്ഞതാണ്, ഇനി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്, പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു എന്ന് ഒരു വശത്ത് നേതാക്കന്മാർ പ്രതികരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച, ബൂത്തിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് ബൊക്കെ നൽകി കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്ന കാഴ്ച ഉണ്ടായി. അതായത് രണ്ട് തട്ടിൽ ഒരു ഭിന്നാഭിപ്രായ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് നടത്തിയ ഒരു പ്രതികരണം രാഹുലിനെ പുറത്താക്കിയതിനു ശേഷം ഒരു അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു KPCC പ്രസിഡന്റ് നടത്തിയത്. അതായത് ഈ രണ്ടാമത്തെ ബലാത്സംഗ പരാതി പാർട്ടിയെ കൊടുക്കാനുള്ളതായിരുന്നു, അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നോ, അല്ലെങ്കിൽ ഒരു നിയമസഹായം കിട്ടിയതിന് ശേഷം നടത്തിയ ഒരു പരാതിയായിരുന്നോ എന്നതടക്കമുള്ള ഒരു ചോദ്യമായിരുന്നു KPCC പ്രസിഡന്റ് ഉന്നയിച്ചത്. KPCC പ്രസിഡന്റിന്റെ ഈ വാദത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വരുന്ന കാഴ്ചയും ഉണ്ടായി. അതായത് രണ്ട് തട്ടിൽ ആ വിഷയത്തിൽ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണുവാൻ സാധിച്ചത്. എന്തായാലും കോൺഗ്രസിനിടയിൽ ഭിന്നതയുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കാര്യത്തിൽ എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ തെളിവുകളില്ല, രാഹുലിനെ കുറ്റവിമുക്തനാക്കുകയാണ് എന്നൊരു രീതി വരികയാണെങ്കിൽ പാർട്ടിക്ക് തിരിച്ചെടുക്കേണ്ടി വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ. അതുമല്ല, ഇപ്പോൾ കുറ്റാരോപിതനാണ്, അന്വേഷണം നടക്കുകയാണ്, കോടതി വിധി എന്ത് തന്നെ ആയാലും രാഹുലിനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഒരേ അഭിപ്രായമല്ല, രണ്ട് അഭിപ്രായമാണ് ഉള്ളത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളും വരും മണിക്കൂറുകളും ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. ഈ വിമർശനമൊക്കെ ശക്തമാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ എത്തിയതിൽ ഇപ്പോൾ ഒരു നേതാവ് തന്നെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി അപാരം എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധ പോസ്റ്റൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും പല നേതാക്കന്മാരിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് എന്താണ് നേതാക്കന്മാർ പ്രതികരിക്കാൻ പോകുന്നത് എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഈ വിഷയത്തിൽ. എന്തായാലും ഇവരുടെ പ്രതികരണം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അതേസമയം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. വലിയ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഷാഫി പറമ്പിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ആണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണം ആരായാൻ എത്തിയ മാധ്യമങ്ങൾക്കാണ് ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് ഒരു പ്രതികരണം നടത്തിയത്. തിരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ പരാതികൾ പാർട്ടിക്കുള്ളിൽ വന്നപ്പോൾ CPIM മുഖ്യമന്ത്രിയും എന്താണ് ചെയ്തത് എന്ന ഷാഫി പറമ്പിലിന്റെ ചോദ്യം, കൂരമ്പ് നിറച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ നിൽക്കുകയാണ് ഏവരും. മുഖ്യമന്ത്രി ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം, എന്നിട്ട് വേണം കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാനെന്നും ഷാഫി പറമ്പിലിന്റെ വിമർശനം. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ഷാഫിയുടെ ചോദ്യത്തിനും മറുപടിയില്ല. രാഹുൽ വിഷയത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, അത് മറ്റൊരു പാർട്ടിയും ചെയ്തിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാവുന്നതിനെ മുഖ്യമന്ത്രി ഭയക്കുകയാണെന്നും ഷാഫിയുടെ ആരോപണം.
ജനങ്ങൾ തീരുമാനിച്ച അജണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും അത് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ഭയക്കുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിക്കുന്നതുമെന്നുമായിരുന്നു ഷാഫി പ്രതികരിച്ചത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരണം ഷാഫി നടത്തിയത്. പാലക്കാട്ടെ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. പാർട്ടിക്കകത്തെ തർക്കം ഭരണത്തെ അടക്കം ബാധിക്കുന്ന തലത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തിലെത്താൻ BJP എന്തൊക്കെ പറഞ്ഞോ അതേ അവസ്ഥയാണ് ഇപ്പോഴും. പാലക്കാട്ടെ ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതുമെന്നും ഷാഫിയുടെ പ്രതികരണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ കേസ്, ഒളിവ്, ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കേസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അതിന് രാഹുലുമായി അടുപ്പമുള്ള നേതാക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാവില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെയും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ പാർട്ടിയോ രാഹുലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള നേതാക്കളോ ഇടപെടില്ല. കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു എന്നത് കോൺഗ്രസിന്റെ യുവ നേതൃനിരയെ മുഴുവനായും ബാധിക്കില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചും ഷാഫി അഭിപ്രായം വ്യക്തമാക്കി. ഓരോരുത്തരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അതൊന്നും പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കില്ല എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. എല്ലാവരും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, അതൊന്നും തന്നെ പാർട്ടിക്ക് കൃത്യമായ നടപടി എടുക്കുന്നതിന് തടസ്സമാകില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾക്ക് സാധിക്കില്ല. രാഹുലുമായി അടുപ്പമുള്ള തന്റെ വാക്കുകൾ പോലും പാർട്ടി അവിടെ മുഖവിലേക്ക് എടുത്തു എന്ന് വരില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ കോൺഗ്രസ് ഒന്നടങ്കം, അതായത് എല്ലാ നേതാക്കന്മാരും ഈ ഒരു വിഷയം തന്നെയാണ് സർക്കാരിനെ പ്രതിരോധിക്കാനായി ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റുക എന്ന ലക്ഷ്യം CPMന് ഈ വിഷയത്തിലൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിടികൂടാൻ പോലീസിന് സാധിക്കും, വളരെ വേഗത്തിൽ സാധിക്കും. മുഖ്യമന്ത്രിക്ക് അറിയാം, അതുപോലെ പോലീസിനും അറിയാം രാഹുൽ എവിടെയാണെന്ന്. പക്ഷേ ആരും പിടികൂടാത്തത് അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിഷയം തള്ളിക്കൊണ്ടു പോവുക എന്ന നീക്കത്തോടെയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കാതെ അന്വേഷണ സംഘം ഒളിച്ചു കളിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ ശക്തമായിരുന്നു. തിരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിലും ജനങ്ങൾ തീരുമാനിച്ച അജണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും അത് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ഷാഫിയുടെ ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാതെ നിൽക്കുകയാണ് ഏവനും. പാലക്കാട് നഗരസഭയിലെ 27-ാം വാർഡിലായിരുന്നു ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുൻ വർഷങ്ങളേക്കാൾ മുന്നേറ്റം UDFനുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട്ടെ ഭരണങ്ങൾ ജനങ്ങൾ മടുത്തിരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതുമെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. പലയിടത്തും BJP CPM സഖ്യമുണ്ടെന്നും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേരത്തെ അതിൽ നടപടി എടുത്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം.